തലയിൽ മുണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന രാശാക്കളുടെ പ്രൈവസിയെ മാനിക്കും മാപ്രകളെ. അല്ല, ഇതേ പാർട്ടിയല്ലേ പണ്ടൊരാൾ, എന്താ പേര്, കുടംപുളി നാരീന്ദ്രനോ മറ്റോ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു നിന്നപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചു. ഇതെന്തേ ഇങ്ങനെ? ഓ, രാജാക്കളുടെ മക്കൾക്കും രാജാക്കന്മാർക്കും എന്തുമാകാമല്ലോ. അല്ല, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭൗതികവാദമല്ലേ? അതായത് ദൈവവും അതുപോലെ തന്നെ ഈ വിശ്വാസങ്ങളും ഒക്കെ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യാൻ ചൂഷകവർഗം ഉണ്ടാക്കിയ സാധനമാണെന്നും ഭൂമിയിൽ തന്നെ സ്വർഗം തീർക്കണമെന്നൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്. അവിടെ പോയി എന്തൊക്കെയാ പ്രാർത്ഥിച്ചത്? ഒരു തവണ കൂടെ അധികാരത്തിലേറാനോ ഈ 900 കേസുകളിൽ നിന്ന് വിടുതൽ ചെയ്ത് ഗുരുവായൂരപ്പ നീട്ടി കൊടുക്കണേ എന്നോ മറ്റോ ആണോ? എന്തായാലും അടിമകളെ മെഴുകി തുടങ്ങിക്കോ. എന്തായാലും ദേവസ്വം ബോർഡിലെ അടിമകൾ പത്രക്കാരെയും അതുപോലെ തന്നെ ചാനൽക്കാരെയും ഒന്നും രക്ഷാപ്രവർത്തനം നടത്താഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ നേരെ. ജയ് ഗുരുവായൂരപ്പ.